ആദം നബി അലൈഹിസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന അംബിയാ മുർസലീങ്ങളുണ്ടല്ലോ, അവര് ജന്നാത്തുൽ ഫിർദൗസിന്റെ അവകാശികളാണ്. രണ്ടാമത്തെ അവകാശി ആരെന്നറിയുവോ? അത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടിയവരുണ്ടല്ലോ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ശഹീദായവരുണ്ടല്ലോ. ആ സുഹദാക്കൾക്ക് കിട്ടുന്ന പ്രതിഫലമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, പോകുകയാണെങ്കിൽ ജന്നാത്തുൽ ഫിർദൗസിൽ പോകണം. സ്വർഗത്തിൽ പോകുകയാണെങ്കിൽ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗത്തിൽ പോകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ സ്വർഗം ചോദിച്ചാൽ സ്വർഗം തരണേ എന്നല്ല, ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗം ചോദിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു നമുക്കൊക്കെ അവിടെ എത്താൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ടാ പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾ ദുആ ചെയ്യണം, എന്റെ വസീല തേടണം, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ബാങ്ക് വിളിച്ചതിന് ശേഷം 6 സമയങ്ങളിൽ ആരെങ്കിലും ദുനിയാവിന്റെ കാര്യം സംസാരിച്ചാൽ അവന്റെ 30 കൊല്ലത്തെ ഇബാദത്ത് നഷ്ടപ്പെട്ടു പോകുമെന്ന് മഹാനായി അലിയാരി തങ്ങൾ പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സംസാരിക്കാൻ പാടില്ലാത്ത 1ാമത്തെ സമയം ബാങ്ക് വിളിക്കുമ്പോഴാണ്. ബാങ്ക് വിളിക്കുന്ന സമയം, ആ സമയത്തായിരിക്കും നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്താണ് ഞാനും നിങ്ങളും എല്ലാവരും ബാങ്ക് വിളിക്കുന്ന സമയത്താണ് നമ്മൾ സംസാരിക്കുന്നത്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 30 വർഷത്തെ ഇബാദത്ത് നഷ്ടപ്പെട്ടു പോകും. 2, എന്റെ വിഷയമല്ലെങ്കിൽ ഞാൻ സൂചിപ്പിക്കാം, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സംസാരിച്ചാൽ 30 കൊല്ലത്തെ ഇബാദത്ത് നഷ്ടപ്പെട്ടു പോകുന്ന 1ാമത്തെ സ്ഥലം ബാങ്ക് വിളിക്കുമ്പോഴാണ്. അള്ളാഹു സൂക്ഷിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കി 5 സ്ഥലങ്ങളുണ്ട്, എന്റെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. വേണമെങ്കിൽ പറഞ്ഞുതരാം. കേൾക്കണോ? വേണ്ടേ? താല്പര്യമുള്ളവർ കൈവക്കിക്കും. ബാക്കിലുള്ളവർക്കൊന്നും വേണ്ടായിരിക്കും, കാരണം നിങ്ങൾ VVIPകളായിരിക്കും. നിങ്ങൾ 100ാമത്തെ സ്വർഗത്തിന്റെ മുകളിൽ 101 പോകാതിരിക്കുന്നവരാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വർഗത്തിൽ പോകാനൊന്നുമില്ല. ഒരൊറ്റ വട്ടം സംസാരിച്ച 30 കൊല്ലം. ഞാൻ ബാങ്ക് വിളിക്കുന്ന സമയത്തൊന്ന് സംസാരിച്ചാൽ എന്റെ ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കി വെച്ചതൊക്കെ പോയി. ഞാൻ എന്റെ 30 വയസ്സായി, 31ാമത്തെ വയസ്സിലേക്ക് കടക്കുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ ഒരൊറ്റ പ്രാവശ്യം സംസാരിച്ച എന്റെ ആയുസ്സിൽ വഴുതു പറഞ്ഞതും പള്ളി കെട്ടിക്കൊടുത്തതും സദക്ക വാങ്ങിക്കൊടുത്തതും എല്ലാം പോയി. ഒറ്റ പ്രാവശ്യം സംസാരിച്ച പിന്നെ എന്താ ബാക്കി ഉണ്ടാവുക? അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പൊ 1ാമത്തെ സമയം ബാങ്ക് വിളിക്കുന്ന സമയം. 2 അള്ളാഹുവെ പടച്ചവനെ, ഇൽമിന്റെ മജ്ലിസിൽ ഇരുന്ന് സംസാരിക്കല്ലേ എന്ന് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല. ഇൽമിന്റെ മജ്ലിസിൽ, ഇത് സ്വർഗമാണ്, നല്ല കാര്യം പറയുന്ന സ്ഥലത്ത് വന്നിരുന്നിട്ട് ചർച്ച ചെയ്യാൻ പാടില്ല. വയത് പറയുന്നത് കേൾക്കുക, ഇല്ലെങ്കിൽ ഇരുന്ന് ഉറങ്ങുക. ഇവിടെ ഇരുന്നിട്ട് വെറുതെ പ്രതിഫലം നഷ്ടപ്പെടുത്തിട്ട് ആവശ്യമില്ലാത്ത സംസാരം. പടച്ചവന് ചെറുപ്പക്കാരൊക്കെ പറയാറുണ്ട്, ഉസ്താദ് വയതിന് പോകുമ്പോ ഈ മൊബൈൽ ഉപയോഗത്തെ കുറിച്ചൊന്ന് പറയണം. അവിടെ ഇരുന്ന് വാട്സപ്പ് പ്രയോഗം നടത്തുന്നവരാ അല്ലേ? ഇൽമു പറയുന്ന സദസ് മജ്ലിസുകളിൽ ഇരുന്നിട്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സംസാരിക്കാൻ പാടില്ല. 3 അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് കയറി സംസാരിക്കല്ലേ എന്ന് മഹാനായ സയ്യിദുനാ അലി അബീ താലിബ് റളിയല്ലാഹു അൻഹു. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് കയറി സംസാരിക്കാം. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അള്ളാഹു പടച്ചവനൊക്കെ സംസാരിക്കും. ബിസ്മി ഒന്നും ഓതത്തില്ല, വീണ്ടും ഓതര് തന്നെ. നിന്റെ 30 കൊല്ലത്തെ ഇബാദത്ത് നഷ്ടപ്പെട്ടു പോകും. അതുപോലെ തന്നെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമസ്കാരത്തിന്റെ സമയം, നമസ്കരിക്കുന്നതല്ല, നമസ്കാരത്തിന്റെ സമയത്ത് പോലും കൈകെട്ടാൻ വേണ്ടി കയറി നിയ്യത്തൊക്കെ ചെയ്ത് എന്നിട്ട് സംസാരിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ അവിടെ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഖബറിന്റെ ചാരത്ത് നിന്ന് സംസാരിക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഖബറിന്റെ ചാരത്ത് നിന്ന് സംസാരിക്കാൻ പാടില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാ ചർച്ചകളും നടക്കുന്നത് പള്ളിക്കാട്ടില്ല. ഖബറിന്റെ ചാരത്ത് ഒരു മയ്യത്ത് കൊണ്ടുപോയി ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ മോഹങ്ങളും സ്വപ്നങ്ങളും കണ്ട് ജീവിച്ചിരുന്ന പച്ചയായ ഒരു മനുഷ്യനെ കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ട് അവന്റെ നെഞ്ചത്ത് വാശിയോടെ 3 പിടി മണ്ണും വാരി എറിഞ്ഞിട്ട് പറയാറുണ്ട്, നിന്നെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, അവിടേക്ക് തന്നെ നിന്നെ മടക്കി എന്ന് പറഞ്ഞു മണ്ണും വാരി നെഞ്ചത്തിട്ടിട്ട് അവിടെ നിന്നുകൊണ്ട് സംസാരിക്കുന്നവരുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഖബറിന്റെ ചാരത്ത് നിന്ന് സംസാരിക്കാൻ
സംസാരിക്കരുത്, ദുനിയാവിന്റെ കാര്യം സംസാരിക്കരുത്. നിന്റെ 30 കൊല്ലത്തെ ഇബാദത്ത് നഷ്ടപ്പെട്ടു പോകും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആറാമത്തത് ജനാസ കൊണ്ടുപോകുമ്പോൾ, ഒരു മനുഷ്യന്റെ മയ്യത്ത് ഇങ്ങനെ പള്ളിയിലേക്ക് അടക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ പുറകെ കൂടെ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നവരുണ്ട്. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊണ്ടുപോകും. അതിന്റെ കൂടെ അവന്റെ പച്ചയിറച്ചി നിന്നോണ്ട് പോകുന്നവരുണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് 6 സ്ഥലങ്ങളിൽ സംസാരിക്കരുത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, പ്രവാചകന്മാരും ശുഹദാക്കളും മാത്രമേ ഈ സ്വർഗ്ഗത്തിൽ പോകത്തുള്ളൂ? പ്രവാചകന്മാരും ശുഹദാക്കളും മാത്രമേ ഈ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗത്തിൽ പോകത്തുള്ളൂ? അവിടെ പോകാൻ വല്ല അവകാശമുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചില നല്ല കാര്യങ്ങൾ ആരെങ്കിലും തന്റെ ജീവിതത്തിൽ ചെയ്താൽ അവന് ഫിർദൗസ് എന്ന സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആർക്കെങ്കിലും നാളെ പ്രവാചകന്മാരും ശുഹദാക്കളും കിടക്കുന്ന സ്വർഗത്തിലെ 100ാമത്തെ പദവിയിൽ നമ്മുടെ വാപ്പയായ ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങളെ വരില്ല. ആ ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുടെ കൂടെ നടക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ചില നന്മകൾ നിന്റെ ജീവിതത്തിൽ ചെയ്താൽ നിനക്ക് എളുപ്പമായി അവിടെ എത്താൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നു. ആ എളുപ്പ വഴി നമുക്ക് പഠിക്കാം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം ഇവിടെ നിന്ന് പിരിയുമ്പോൾ ഞാനൊരു എളുപ്പ വഴികൾ പറഞ്ഞു തരാം. ഒന്നുകൂടെ കൂടിയാൽ മതി. നമുക്ക് ഇവരുടെ കൂടെ പോകാൻ, അവിടെ എത്താൻ ഒരു എളുപ്പ വഴി, ഒരു ഷോർട്ട് കട്ട് പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ ചെയ്യുക. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം വരെ ഇരുന്നിട്ട് സഹിച്ച്, അവസാനം വരെ ഞാൻ പറയുന്നതെല്ലാം കേട്ട് സഹിച്ച് ഇവിടെ ഇരുന്നിട്ട് പിരിയുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒരു ദിക്റുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിനക്ക് സ്വപ്നം കാണണോ? നമ്മുടെ മോഹമാണ് ഈ ദുനിയാവിൽ നിന്ന് കണ്ണടയുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകനെ സ്വപ്നം കാണണമെന്ന് ആഗ്രഹിക്കാത്ത മുസ്ലിമില്ല. ഖബറിനകത്ത് കിടക്കുമ്പോ അവിടെയും നിനക്ക് പ്രവാചകനെ കാണാൻ കഴിയും. ദുനിയാവിൽ ജീവിക്കുമ്പോഴും പ്രവാചകനെ കാണാം, ഖബറിനകത്തും പ്രവാചകനെ കാണാം. നാളെ പരലോകത്ത് പ്രവാചകന്റെ സഹായം നിനക്ക് കിട്ടും. നാളെ സ്വർഗത്തിൽ ജന്നാത്തിൽ ഫിർദൗസിൽ പ്രവാചകന്റെ കൂടെ നിനക്ക് കടക്കാൻ കഴിയുന്ന ഒരു ദിക്ർ ഞാൻ പറഞ്ഞു തരാം. അതെല്ലാ ദിവസവും നീ പറഞ്ഞാൽ അള്ളാഹു നിനക്ക് അതിനുള്ള ഭാഗ്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരേ ഒരു ദിക്ർ ഞാൻ പറഞ്ഞു തരാം. ഈ ദിക്ർ പറഞ്ഞാൽ കിട്ടുന്നത് ദുനിയാവിലെ റസൂലുള്ളാഹിനെ നിനക്ക് സ്വപ്നം കാണാൻ കഴിയും. ഖബറിനകത്ത് പോകുമ്പോ നിനക്ക് അതിനകത്തും കാണാം, റസൂലുള്ളാഹിനെ കാണാൻ കഴിയും. നാളെ പരലോകത്ത് വെച്ച് പ്രവാചകന്റെ സഹായം ശഫാഅത്ത് കിട്ടിയിട്ട് സ്വർഗ്ഗത്തിൽ പോയിട്ട് എന്റെ പ്രിയമുള്ളവരെ പ്രവാചകൻ കഴിയുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ നിനക്ക് ഒരുമിക്കാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ദിക്റും പറഞ്ഞിട്ട് വേണം നമുക്ക് ഇന്ന് ദുആ ചെയ്തു പിരിയാൻ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹത്തിനെ കുറിച്ച്, ആ 100ാമത്തെ പദവിയിലെ പ്രതിഫലത്തെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുമ്പോ സഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ആ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിന്റെ അവകാശികളാരാ? ആ സ്വർഗ്ഗത്തിൽ കിടക്കുന്നവരാരാ നബിയേ? ഏത് നന്മയാ നബിയേ? ഏത് നന്മയാ നബിയേ? ഒന്ന് പറഞ്ഞു തരുവോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ പാതിരാത്രി തിരക്കുകൾ മുഴുവനും മാറ്റിവെച്ചിട്ട് ഈ പുണ്യമായ സദസ്സിന്റെ 4ാമത്തെ ദിവസം ഈ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗത്തിലെ 100ാമത്തെ പദവിയായ പ്രവാചകന്മാര് കിടക്കുന്ന സ്വർഗ്ഗത്തിൽ നിനക്ക് കിടക്കണമെന്ന മോഹമുണ്ടോ? ആഗ്രഹമുണ്ടോ പൊന്നുമോരെ? ആഗ്രഹമുണ്ടോ പൊന്നുമോരെ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഒന്നാമതായി പറഞ്ഞു തരികയാ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹു നിനക്ക് തന്നിരിക്കുന്ന ആയുസ്സുണ്ടല്ലോ, അല്ലാഹു നിനക്ക് തന്നിരിക്കുന്ന ഈ ജീവിതമുണ്ടല്ലോ, 10 ആകട്ടെ, 20 ആകട്ടെ, 30 ആകട്ടെ, 40 ആകട്ടെ, 50 ആകട്ടെ,